ഹായ് ഹലോ 12th മാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ ഹെഡ് കോച്ച് മിക്കായൽ സ്റ്റെയറെ പുറത്തായിരിക്കുകയാണ്. ആൻഡ് നമുക്കിനി അടുത്ത വരാൻ പോണ മാച്ച് മുഹമ്മദൻസിൻ്റെ എതിരെയാണ്, അതും 22-ാം തീയതി. എന്തായാലും പ്രീ മാച്ച് ടോക്ക് നടത്തണം, അതിൻ്റെ കൂടെ എന്തായാലും ഈ ഒരു കാര്യം കൂടി സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഹെഡ് കോച്ച് പൊസിഷനും പിന്നെ അസിസ്റ്റൻറ്റ് ഹെഡ് കോച്ച് പൊസിഷനും പിന്നെ സെറ്റ് പീസ് കോച്ച് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് വലിയ കാര്യം തോന്നാത്തൊരു കോച്ചും കൂടി ആയിരുന്നു ആളും ടീമിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. എനിക്ക് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. മിക്കായൽ സ്റ്റെയറെ പുറത്തായതുകൊണ്ട് ഇനിയിപ്പോൾ ഈ സീസണിൽ നമുക്ക് എന്തായാലും ഒരു കോച്ച് ഇപ്പോൾ ടീമിൻ്റെ ഉത്തരവാദിത്തമുള്ളത് നമ്മുടെ പുരുഷോത്തമൻ ചേട്ടനാണ്. നമ്മുടെ ഇപ്പോഴത്തെ അതായത് ഇനി വരാൻ പോണ മാച്ചസ് മുഹമ്മദൻസിൻ്റെ എതിരുള്ള മാച്ചിനൊക്കെ ഇനി നമ്മുടെ ഹെഡ് കോച്ചായിട്ട് നിൽക്കാൻ പോണത് എന്തായാലും പുരുഷോത്തമൻ ചേട്ടനാവും. മിക്കായൽ സ്റ്റെയർ എന്നുള്ള കോച്ചിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ കുറേ സക്സസ്ഫുൾ അല്ലാത്ത സ്ഥലത്ത് നിന്നാണ് സ്റ്റെയർ വന്നിട്ടുണ്ടായിരുന്നത്. കുറേ കാലം, അതായത് ഒരു നീണ്ട വർഷം കപ്പില്ലാത്ത ഒരു സിറ്റുവേഷനിൽ നിന്നായിരുന്നു മിക്കായൽ സ്റ്റെയർ വന്നിട്ടുണ്ടായിരുന്നത്. കൂടെ ബ്രജോൺ വെസ്ട്രോ ഉണ്ടായിരുന്നു. ഇവർ രണ്ടാളുമാണ് എപ്പോഴും ബേസിക്കലി അവർ രണ്ടാളും കൂടിയാണ് ആ ഒരു സെറ്റ് ഓഫ് ഗ്രൂപ്പാണ് ഈ ഒരു നമ്മുടെ ബ്ലാസ്റ്റേഴ്സിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നോക്കുകയെന്ന് വെച്ചാൽ അവർക്ക് ഇതും ഒരു നെഗറ്റീവ് പാർട്ട് തന്നെയാണ്. അവർക്ക് ഇതുവരെ ഒരു മുന്നേറ്റവും, അതായത് അവർക്ക് പഴയ പോലുള്ള ഒരു ഇമ്പാക്റ്റ് എവിടെയും കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. അക്കോർഡിംഗ് ടു അവർ ടീമിന് വേണ്ട ഒരു ഇത് കിട്ടിയില്ല വെച്ചാൽ, ടീമിന് വേണ്ട ഒരു റണ്ണും ആ ഒരു മെൻറ്റാലിറ്റിയും കിട്ടിയില്ല വെച്ചാൽ മിക്കായൽ സ്റ്റെയറുടെ മെൻറ്റാലിറ്റീനെ നമുക്ക് എന്തായാലും പറയാണ്ടിരിക്കാൻ പറ്റില്ല. നല്ല രീതിയിൽ തന്നെ ടീമിനെ പുഷ് ചെയ്ത് കളിപ്പിക്കാൻ ഉള്ളൊരു ടൈപ്പ് ഓഫ് മെൻറ്റാലിറ്റി മിക്കായൽ സ്റ്റെയറൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് അക്കോർഡിംഗ് ടു ഫാൻസ് ഇവാനെ പോലത്തെ ഒരു ആശാൻ, അതായത് നമ്മുടെ എല്ലാമായ ആശാൻ പോയിട്ട് വരുന്ന ആദ്യത്തെ കോച്ചായതുകൊണ്ട് അത്രയും ഒരു പ്രഷർ എന്തായാലും മിക്കായൽ സ്റ്റെയറിൽ ഉണ്ടാവും ഫാൻസിൻ്റെ ഭാഗത്തുനിന്നും. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം മിക്കായൽ സ്റ്റെയറയ്ക്ക് അതങ്ങോട്ട് നമുക്ക് വേണ്ടി ചെയ്ത് തരാൻ പറ്റിയില്ല. ടീം ഇപ്പോൾ 10ാം സ്ഥാനത്താണ്. നമുക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ 6ാം സ്ഥാനത്തേക്ക് എത്താൻ പറ്റുന്ന സിറ്റുവേഷനും കൂടിയാണ്. ഇനിയിപ്പോൾ എന്തായാലും മുഹമ്മദൻസിനെ കുറിച്ച് പറയാനാണെന്ന് വെച്ചാൽ 22-ാം തീയതിയാണ് മാച്ച്. മുഹമ്മദൻസിൻ്റെ കഴിഞ്ഞ കളി ഇന്നലെ മുംബൈ ആയിട്ട് തോറ്റിട്ടാണ് അവർ വരുന്നത്. നമ്മളും ഒരു തോൽവിയിൽ നിന്ന് തന്നെയാണ് പോകുന്നത്. നമുക്ക് ജയിച്ച് കയറാൻ, പിന്നെ പുരുഷോത്തമൻ ചേട്ടൻ ആദ്യമായിട്ട് ഹെഡ് കോച്ച്, അതായത് ഇതിനു മുമ്പേ ആയിട്ടുണ്ട്, എന്നാലും ഈ ഒരു സീസണിൻ്റെ ഹെഡ് കോച്ചായിട്ട് വരാൻ പോകുന്ന ആദ്യത്തെ മാച്ചാണ്. ജയിച്ച് കയറാൻ പറ്റുമെന്നുള്ളൊരു പോസിറ്റീവ് പ്രതീക്ഷ തന്നെ നമുക്ക് നിലനിൽക്കാം. സ്റ്റാറ്റ് പരമായ കാര്യങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷേ വീഡിയോ ഇപ്പം തന്നെ അത്യാവശ്യം ലെങ്തി ആയി. ഈ വീഡിയോ ഞാൻ അവിടെ വെച്ച് നിർത്തുകയാണ്. എന്തായാലും മുഹമ്മദൻസിൻ്റെ എതിരെ നമ്മൾ ഫസ്റ്റ് ലെഗ് മാച്ച് ജയിച്ചിട്ടുണ്ട്. സെക്കൻഡ് ലെഗ് മാച്ച് ജയിച്ചിട്ട് ലീഗത്തെ 2 മാച്ചസും കംപ്ലീറ്റ് ചെയ്ത് ജയിച്ചു എന്ന് പറഞ്ഞ് പോകാൻ പറ്റുമെന്ന് നമുക്ക് വിചാരിക്കാം. അതിനുള്ള സ്ക്വാഡ് ഉണ്ട് നമുക്ക് എന്തായാലും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ്. അപ്പോഴേ കമൻറ്റ് ബിലോ ഇതേപോലത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണമായിരിക്കും. നമ്മൾ ആദ്യം കമ്പ്യൂട്ടർ ടാബ് വഴിയാണ് ഷെയർ ചെയ്യുന്നുണ്ടാവുക. Subscribe the channel, click the bell icon on. Thanks for watching.